എന്താണ് അവിടുത്തെ നിർണായക ചർച്ചയുടെ തലങ്ങൾ കടന്നു പോകുന്നത് ആനന്ദൻ? പ്രജീഷ 10 മണിയോടെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കെ രാഗേഷും ഒപ്പം തന്നെ CM രവീന്ദ്രനും എത്തി. അവർ ഈ DGP കൈമാറിയ റിപ്പോർട്ടുമായിട്ടാണ് എത്തിയത്. അതിന് ഈ DGPക്ക് 11 മണിക്കാണ് സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ DGP വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അദ്ദേഹത്തിന്റെ വിശ്വസ്തർ അവർ ആ റിപ്പോർട്ട് അവലോകനം ചെയ്യുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ADGP MR അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമാണ് ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ MLA ഉന്നയിച്ചത്. നിലവിലുള്ള അന്വേഷണ പരിധിയിലൊന്നും പി ശശി ഇല്ല എങ്കിൽ പോലും ഈ ആരോപണ വിധേയനായ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ് ADGPക്കെതിരായുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കൊപ്പം പരിശോധിക്കുന്നതെന്നുള്ള കൗതുകം കൂടിയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം നേരിടുന്ന ADGP തന്നെ തൃശ്ശൂർ പൂരം അടക്കമുള്ള കാര്യങ്ങൾ സ്വന്തമായി അന്വേഷിക്കുക, അദ്ദേഹത്തിന്റെ ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ മേലുദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗവാക്കാകുക. അപ്പോൾ അത്തരം വിചിത്രമായ നടപടികൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ ഉള്ള DGPയുടെ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ആ പരിഗണിക്കുന്നവരിൽ ഒരാളായി അതേ ആരോപണം, സമാന ആരോപണം നേരിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കൂടി പങ്കെടുക്കുന്നു എന്നുള്ളത് ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പെട്ടെന്ന് ഇവിടെ പോലീസ് ഇവിടുത്തെ ഈ വഴിയൊക്കെ ക്ലിയർ ചെയ്തു. അത് DGP വരാനായിരുന്നു. DGP പുറത്തേക്ക് ഇറങ്ങിയായിരിക്കും. സാധാരണഗതിയിൽ DGP ദർബേഷ് സാഹിബ് അങ്ങനെ ബൈറ്റ് നൽകിയിട്ടില്ല. മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ഇതുവരെ മാധ്യമപ്രവർത്തകരോട് പൊതുവേദിയിലൊക്കെ വന്ന് പ്രതികരിക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ തടഞ്ഞു നിർത്തിയോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വഴിക്കൊന്നും ബൈറ്റ് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും നിർണായക യോഗം അവസാനിക്കാറായെന്ന് തോന്നുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും ക്ലൂ ലഭ്യമാകാൻ സാധ്യതയുണ്ടോ? യോഗം അവസാനിച്ചിട്ടില്ല പ്രതീക്ഷ. കാരണം DGP എത്തേണ്ടതുണ്ട്, DGP ക്ലിഫ് ഹൗസിലേക്ക് എത്തേണ്ടതുണ്ട്. 11 മണിക്കാണ് അദ്ദേഹത്തിന് സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാത്താണ് ഈ പോലീസുകാരൊക്കെ ഈ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ നിൽക്കുന്നത്. ബാക്കി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആൾക്കാരും അടക്കമുള്ളവർ അവിടെയുണ്ട്. അപ്പോൾ അവർ ആ റിപ്പോർട്ട് പരിശോധിക്കുകയാണ്. DGP എത്തുന്നു. അതായത് ഇപ്പോൾ അകത്ത് ഉള്ള ആളുകൾ അവർ മുഖ്യമന്ത്രിയുമായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കെ രാഗേഷ് ഉണ്ട്, പി ശശിയുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ട്, കെ രാഗേഷ് ഉണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്. മറ്റുദ്യോഗസ്ഥർ ഇപ്പോൾ ആരാണുള്ളത്? ഇനിയിപ്പോൾ DGPയുടെ സാന്നിധ്യം അതുകൂടിയാണല്ലേ? CM രവീന്ദ്രനുണ്ട്. അപ്പോൾ DGP കൂടിയാണ് ഇനി എത്താനുള്ളത്. DGP അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബസ്സിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനമാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കൂടി ഇങ്ങോട്ട് ക്ലിഫ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നടപടി സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക്, കാരണം അദ്ദേഹം ഇതിനകത്തൊരു പ്രത്യേകത, ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം ഒരു ശുപാർശകളൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇപ്പോൾ കണ്ടെത്തിയ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ ADGPക്കെതിരെ എന്തെങ്കിലും നടപടികളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ശുപാർശയായിട്ട് നൽകിയിട്ടില്ല. നേരത്തെ തൃശ്ശൂർ പൂരം സംബന്ധിച്ച് അദ്ദേഹം ചില നോട്ട്സുകളൊക്കെ കുറിച്ചിരുന്നു. പക്ഷേ ഇതിൽ അത് അങ്ങനെയില്ല. അപ്പോൾ മുഖതാവിൽ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം അത് മുഖതാവിൽ തന്നെ മുഖ്യമന്ത്രി അറിയിക്കാനാണ് DGP സമയം ചോദിച്ചിരുന്നത്. 11 മണിക്കാണ് സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ DGPയുമായിട്ടുള്ള കൂടിക്കാഴ്ച കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടികൾ സംബന്ധിച്ചുള്ള തീരുമാനം ആകും. അത് ഉച്ചയോടെ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. ഏതായാലും വൈകിട്ട് PV അൻവർ നിലമ്പൂരിൽ വലിയ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയം സംബന്ധിച്ചുള്ള വിശദീകരണം. അപ്പോൾ ആ സമയത്തിന് മുൻപ് തന്നെ ഒരുപക്ഷെ ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരു നടപടി പ്രഖ്യാപനം ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ അത് PV അൻവറിന്റെ രാഷ്ട്രീയ വിജയം കൂടിയായി മാറും. കാരണം PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തെ ഇടതുമുന്നണിയും CPM-ഉം തള്ളി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിലാണ് ഈ അന്വേഷണം ADGPക്കെതിരെ നടന്നിരിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ച ആരാണോ അദ്ദേഹത്തിന്റെ പാളയത്തിൽ നിന്ന് പുറത്ത് കടന്ന് സ്വതന്ത്രമായി നിന്നുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമൊക്കെ നടക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം ആർക്കെതിരെയാണോ മുനവെച്ച് ആയുധം തൊടുത്തത് ആ വ്യക്തിക്കെതിരെ, അല്ലെങ്കിൽ ആ വ്യക്തി ആ ആരോപണശരം ഏറ്റ് വീഴുന്നു എന്ന കാര്യം രാഷ്ട്രീയമായി PV അൻവറിന് വലിയ വിജയം ഉണ്ടാക്കുക ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇന്ന് ക്ലിഫ് ഹൗസിൽ നിന്ന് വരുന്ന തീരുമാനത്തിന്. ആ തീരുമാനം കാത്താണ് ഇപ്പോൾ മാധ്യമ സംഘങ്ങളടക്കം ക്ലിഫ് ഹൗസിന്റെ മുൻപിൽ കാത്തു നിൽക്കുന്നത്. പ്രജീഷ്, കാരണം ഇപ്പോൾ ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന നന്ദൻകോട് ആ റോഡാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ലിഫ് ഹൗസിലേക്കുള്ള ആ റോഡ് വഴിതിരിച്ച് അവിടെ റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ DGP അവിടേക്ക് പ്രവേശിക്കാം. ഈ ക്യാമറ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ റോഡിലാണ്. അപ്പോൾ DGP വരുമ്പോൾ ഏറെ നിർണായകമായിട്ടുള്ള ഒരു
കൂടിക്കാഴ്ച കൂടി ആവുകയാണ്. അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, കെ രാഗേഷ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രതിനിധി, ഒപ്പം സി എം രവീന്ദ്രൻ ഉണ്ട്, ഒപ്പം DGP കൂടി എത്തുന്നു. ഹോം സെക്രട്ടറി നേരത്തെ എത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഒക്കെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുകയാണ്. എത്തുമ്പോൾ തീർച്ചയായും അവിടുത്തെ ചർച്ച എന്നത് ADGP കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. ADGPക്ക് ഇനി ഒരു നിമിഷം പോലും ആ കസേരയിൽ, ക്രമസമാധാന ചുമതലയുള്ള കസേരയിൽ തുടരാൻ ആകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ അൻവർ തൊടുത്തുവിട്ട മൂർച്ചയേറെ ഇരുതല മൂർച്ചയുള്ള ആരോപണങ്ങളിൽ മേൽ ഇപ്പോൾ ഇന്ന് ഒരു തീരുമാനം ഔദ്യോഗികമായി ഉണ്ടാവുക. ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള പദവിയിൽ നിന്നും പോകുമോ? ഒപ്പം തന്നെ സായുധ സേന ബറ്റാലിയന്റെ പദവി കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുമോ? അങ്ങനെ നിർണായകമായി കീ പോസ്റ്റുകളിൽ നിന്ന് മാറ്റുമോ? അതല്ല ഇനി എല്ലാ തരത്തിലും ഒരു അന്വേഷണം പൂർത്തിയാകുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ അതൊരു സസ്പെൻഷനിലേക്ക് പോകുമോ? ADGP തെറിക്കുമോ എന്നടക്കം വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷയുള്ള ചോദ്യങ്ങളുടെ മുനയിലാണ് ഇപ്പോൾ കേരളമുള്ളത്. നമ്മളിപ്പോൾ 2 സ്ക്രീനുകളിൽ കാണിക്കുന്നത്, ഒന്ന് നന്ദൻകോട്, ആ ഭാഗത്താണ് ക്ലിഫ് ഹൗസിലേക്കുള്ള വഴി തിരിയുന്നത്. ആ വഴിയിൽ നമ്മൾ കാത്തിരിക്കുന്നത് DGP ദർവേഷ് സാഹിബിൻ്റെ വരവ് നമ്മൾ കാത്തിരിക്കുന്നു. ഒന്നിൽ നമ്മൾ ക്ലിഫ് ഹൗസിലേക്കുള്ള ആ വാഹനങ്ങൾ നേരത്തെ ഹോം സെക്രട്ടറിയുടേതാണെന്ന് കരുതുന്ന വാഹനം കടന്നു പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ നമ്മൾ തത്സമയ ദൃശ്യം കാണുന്നു. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം ഇന്ന് അൻവറിൻ്റെ വളരെ നിർണായകമായ രാഷ്ട്രീയ യോഗം ഇന്ന് മഞ്ചേരിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. 1,00,000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കുമെന്നാണ് അൻവർ നേരത്തെ ഉന്നയിച്ച അവകാശവാദം. ആ വേദിയിലാണെങ്കിൽ ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്നും എന്തെങ്കിലും തീരുമാനം വരികയാണെങ്കിൽ അൻവറിന് അവകാശപ്പെടാം. താൻ ഉയർത്തിവിട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അത് ശരിവയ്ക്കുന്നു സർക്കാർ. ആ ശരിയുടെ പക്ഷത്ത് താൻ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ADGPയുടെ തല ഉരുണ്ടത് എന്ന് PV അൻവറിന് അവകാശപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കപ്പെടും. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. അനന്തൻ ചേരുന്നുണ്ട്. അനന്തൻ, അല്പസമയത്തിനകം തന്നെ DGP എത്തിച്ചേരുമോ? ഇനിയുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ? പ്രജീഷ, ഇനി DGP വന്നു കഴിയുമ്പോൾ അതിനുശേഷമുള്ള മണിക്കൂറുകളാണ് നിർണായകം. ഏതായാലും ഇപ്പോൾ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിമിൽ കാണുന്നത് നന്ദൻകോട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലുള്ള റോഡാണ്. ആ റോഡ് വഴിയാണ് DGP ക്ലിഫ് ഹൗസിലേക്ക് കടന്നു വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ വാഹനം ഏത് നിമിഷവും ആ റോഡിലേക്ക് കടന്നു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക വസതി, DP ജംഗ്ഷനിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു എന്നാണ് ഇവിടെ നിൽക്കുന്ന പോലീസുകാരുടെ വയർലെസ് സെറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അധികം വൈകാതെ അദ്ദേഹം ഇവിടേക്ക് എത്തും. 11 മണിക്ക് തന്നെ അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് എത്തേണ്ടതുണ്ട്. 11 മണിയാണ് അദ്ദേഹത്തിന് സമയം നൽകിയിരിക്കുന്നത്. ഏതായാലും DGPയുടെ ഈ കടന്നുവരവ് അത് ഒരു പക്ഷേ സംസ്ഥാനത്തെ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു നടപടിയിലേക്കുള്ള വഴിതുറക്കൽ കൂടിയാണ്. നമുക്കറിയാം, അപൂർവമായ അല്ലെങ്കിൽ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടില്ലാത്ത സംഭവങ്ങളാണ്, കേട്ടുകഴിവില്ലാത്ത സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം കേരളത്തിൽ നടന്നത്. ഒരു ക്രമസമാധാന ചുമതലയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ ആരോപണങ്ങൾ ഉയരുക, ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ADGPക്കെതിരെ DGP തല അന്വേഷണം പ്രഖ്യാപിക്കുക, സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് DGPയുടെ ഓഫീസിൽ ആ ADGPയെ വിളിച്ചു വരുത്തി DGP തന്നെ നേരിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക, അത്തരമൊരു സംഭവം അല്ലെങ്കിൽ അത്തരമൊരു കാഴ്ച നമുക്ക് കുറച്ച് നിമിഷം കൂടി കാത്തിരിക്കാം. അങ്ങനെ DB ജംഗ്ഷനിലേക്കാണ് എല്ലാ കണ്ണുകളും നോക്കുന്നത്. കാരണം അവിടേക്കാണ് DGP അല്പസമയത്തിനകം അതുവഴി ക്ലിഫ് ഹൗസിലേക്ക് പോവുക. അതിനുശേഷം നിർണായകമായ ചർച്ചയാണ്. ADGP തെറിക്കുമോ എന്നതിന് ഉത്തരം നമുക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം.